കവടിയാറിൽ ബൈക്കുകളുടെ മത്സരയോട്ടത്തിൽ വ്യാഴാഴ്ച കൊല്ലപ്പെട്ട വീട്ടമ്മ ജ്യോതിലക്ഷ്മി 15 മിനിറ്റോളം റോഡിൽ ചോരവാർന്നു കിടന്നിട്ടും ആരുടെയും മനസാക്ഷി ഉണർന്നില്ല. അപകടം നടന്നത് ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക്. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മിയെ ഇടിച്ച് കുറേ പൊക്കത്തിൽ പോയിട്ട് വന്നു വീഴുന്നു. കാലിവിടെ പൊട്ടി ശകല തൊലിയിൽ ഇങ്ങനെ കിടന്ന് തൂങ്ങിയത്. ശരിക്കും വണ്ടികളെ വിളിച്ച് ഒറ്റ എണ്ണം നിർത്തിയില്ല. ഒരു കാറിനെ തടഞ്ഞു നിർത്തിയാണ് ശാലിനെയും ലക്ഷ്മിയും കയറ്റിയത്. ഇവിടുത്തുകാരല്ല. എന്നാൽ സഹായിക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസും ആംബുലൻസും വീണ്ടും കൈമലർത്തിയതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വഴിയറിയാതിരുന്നവർ എത്തിച്ചേർന്നത് ജനറൽ ആശുപത്രിയിൽ. ഒരു മനുഷ്യർ പോലും വണ്ടി നിർത്തില്ല. അപ്പോഴാണ് ഈ അമ്മയും മോനും ഈ ടാറ്റ സുമയിൽ വരെയായിരുന്നു. അവർക്കാണെങ്കിൽ ട്രിവാൻഡ്രം അറിഞ്ഞുകൂടാന്ന് സിഗ്നൽ കൊടുത്താണ് വണ്ടി ഒന്ന് ജനറൽ ആശുപത്രി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ആംബുലൻസ് നിർത്തി. ആംബുലൻസ് പറഞ്ഞ് ജനറൽ ആശുപത്രി ആയതുകൊണ്ട് കയറൂല എന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ കുറേ പോയപ്പോൾ ഒരു വെള്ള മാരുതി വണ്ടി പോലത്തെ ഒരു പോലീസ് വാൻ കണ്ട് ആ പോലീസ് വാനെ നിർത്തിയിട്ട് സാറേ ഒന്ന് ഇതിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി തരണേന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെഡിക്കലിലോട്ട് വിട്ടരേന്ന് പറഞ്ഞു. 1:45 ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ജ്യോതിലക്ഷ്മി മരണത്തോടെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.